ഹലോ ഗായ്സ്, അപ്പം ഇന്നെ ഉമ്മച്ചി എല്ലാം അടിച്ചു വെക്കും. ചാക്കൊക്കെ കാണണ്ടില്ലേ? ചാക്കടിച്ചു വെക്കുന്ന തിരക്കിലും ഞാനിവിടെ കളിക്കുന്ന തിരക്കിലുമാണ്. കുറേ നേരം ഞങ്ങൾ കാത്തിരുന്നു. എന്തിന്? ചാക്കടിച്ചൊക്കെ എനിക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്കിതൊന്നും പൊന്തിക്കാനാവാത്ത കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഞാനാണ് ക്യാമറമാൻ. കളിച്ചൊക്കെ കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. ഇവിടെ ഭയങ്കര കൊതുക. ഈ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും നാളെ ഫോണിൽ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഞങ്ങളെ ഫോണ് കംപ്ലൈൻ്റ് ആയിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. അതാണ് വെച്ച് അകത്ത് പോയി ഒന്ന് വന്നതാണ്. അല്ലമ്മ. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറയാതിരുന്നത് നമ്മുടെ സക്കിക്കുട്ടീൻ്റെ വോയിസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവളത് കട്ട് ചെയ്യരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പുറത്തുള്ള കുറച്ച് പണിയിലാണ്. നമ്മളകത്ത് അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ. കുറേ ദിവസമായി അടുക്കള വശമൊക്കെ ആകെ നാശമായി കിടക്കുന്നത്. അപ്പോൾ ഞാൻ സിമെൻറ്റിൻ്റെ ചാക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് തൈകളൊക്കെ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സക്കിക്കുട്ടി ഇവിടെ ഇരുന്ന് നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ പുറകിലിരുന്നിട്ട് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. പുറത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കറി വെക്കാനുള്ളതൊക്കെ ആയിട്ട് ഷെഫീക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ മീനൊക്കെ നന്നാക്കി കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചക്ക് ഷെഫീക്ക ഉള്ളതുകൊണ്ട് തന്നെ കറി വെക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ രാത്രി കൊണ്ടുവരലാണ്. അപ്പോൾ മീനോ ബീഫോ അങ്ങനെയൊന്നും നന്നാക്കാനും ഉണ്ടാക്കാനൊന്നും ഉച്ചക്ക് ഉണ്ടാവലില്ല. അപ്പം എന്നതാ കൊണ്ടുവന്നപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കറിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇതിൻ്റെ കവറൊക്കെ കഴുകി ഇങ്ങനെ ഉണക്കാൻ വെക്കലാണ് കേട്ടോ, നമ്മുടെ ഹരിതകർമ്മസേനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴുകി വെച്ചിട്ടില്ലെങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ അതാ സെറ്റാക്കി പിന്നെ കറിയൊക്കെ റെഡിയാക്കി വെച്ച് നമ്മുടെ ടെറസിൻ്റെ മേലെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചൂടും അതുപോലെ തന്നെ വീഡിയോ തുറന്നാൽ എവിടെ നോക്കിയാലും സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ഇതായതുകൊണ്ട് തന്നെ നമ്മൾ പോയി വില ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3000 റുപ്യ 4000 റുപ്യൊക്കെയാണ് വില പറയുന്നത്. പക്ഷേ അത് നമുക്ക് ഒന്നാമത് ഇവിടെ വെക്കാനും സ്ഥലമല്ല, അതിൽ ചെറിയൊരു ഓട്ട വീണാൽ കഴിഞ്ഞും ചെയ്തു. അപ്പം ഞങ്ങൾ മെല്ലെ ചെറിയൊരു ടാർപ്പായൊക്കെ വാങ്ങി അങ്ങനെ ചെറിയൊരു സ്വിമ്മിംഗ് പൂള് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ചെറുതൊന്നല്ല കേട്ടോ, അത്യാവശ്യം വെള്ളം കൊള്ളുന്നുണ്ടായില്ല. ഞങ്ങൾക്ക് തന്നെ ഇറങ്ങി കിടക്കാൻ പറ്റുന്ന ആ ഒരു രീതിക്ക് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കുറച്ച് നേരം നിന്ന് നല്ല സുഖമുണ്ട് കേട്ടോ ആ ഒരു ചൂടത്തൊക്കെ. പിന്നെ അതാ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചി കൊടുത്തു വിട്ടതാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അച്ചാറിടാൻ കഴിയൂല. അപ്പോൾ ഞാൻ ഫുള്ള് ഇങ്ങനെ അരിഞ്ഞെടുത്ത് അതിൽ ഉപ്പും വാരിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് എടുത്ത് അങ്ങനെ അച്ചാറിട്ടാൽ മതിയല്ലോ. അല്ലെങ്കിൽ കുറേ ഒന്നിച്ച് അച്ചാറിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മേലെ ഇങ്ങനെ പൂപ്പൽ പോലെ വരുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എത്ര ഇതാക്കിയാലും അങ്ങനെ റെഡി ആവുന്നില്ല. അപ്പം ഞാനിതാ കുറച്ച് അങ്ങനെ എടുത്ത് കഴിയുന്നതിനനുസരിച്ച് അച്ചാറാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അത് അരിഞ്ഞ് ഉപ്പ് ഒരു ബോട്ടിലാക്കിയിട്ട് ഉപ്പിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അരിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അന്ന് തന്നെ അച്ചാറിൻ്റെ പണിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. ഫ്രീസറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഫ്രീസറിൽ വെച്ചാലും കുറേ ദിവസം ഇങ്ങനെ നല്ലോണം തന്നെ നിൽക്കും കേട്ടോ, അലിഞ്ഞു പോവാതെ. അപ്പോൾ അതാ ആ ഒരു പണിയിലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കാര്യമായിട്ട് കൂടുതലായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇന്നതൊക്കെ തന്നെയായിരുന്നു വിശേഷങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്കും നിലക്കൊക്കെ ഓരോ വീഡിയോ ഇങ്ങനെ നമ്മൾ ചാനലിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.